ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡീബഗ് മീഡിയ. ഈ ട്യൂട്ടോറിയൽ നമ്മൾ ഫോം ടാഗിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫയൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കളഞ്ഞ ശേഷം സേവ് ചെയ്യാം. ഇനി ഫോം ടാഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സൈറ്റിൽ പോയ ലോഗിൻ പേജും സൈനപ്പ് പേജും പിന്നെ രജിസ്ട്രേഷൻ ഓരോ ഫോമുകൾ ഉണ്ടാവില്ലേ, അതെല്ലാം ഈ ഫോം ടാഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് സെർവറിന് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ സെർവർ സൈഡിനെ കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല, അത് നമ്മൾ ഫ്യൂച്ചർ ട്യൂട്ടോറിയൽസിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫോം ടാഗ് ചെയ്ത് തുടങ്ങാം. എല്ലാ ടാഗ് പോലെ ഫോം ടാഗിനും ഒരു സ്റ്റാർട്ടിംഗ് ടാഗ് ഉണ്ടാവും, എൻഡിങ് ടാഗ് ഉണ്ടാവും. ഈ ഫോം ടാഗിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു സൈനപ്പ് ഫോം ക്രിയേറ്റ് ചെയ്യാം. സൈനപ്പ് ഫോമിൽ എന്തെല്ലാം ഉണ്ടാവും? യൂസർ നെയിം ഉണ്ടാവും, ഇമെയിൽ, പാസ്വേഡ്, പിന്നെ മെയിൽ ഓർ ഫീമെയിൽ ചോദിക്കുന്ന ഒരു ബോക്സ് ഉണ്ടാവും, പിന്നെ ഒരു സബ്മിറ്റ് ബട്ടനും ഉണ്ടാവും. ഇത്ര കാര്യങ്ങളായിരിക്കും ചില സൈനപ്പ് ഫോമിൽ ഉണ്ടാവുന്നത്. ചിലതിലും കൂടുതലുണ്ടാവും, പക്ഷേ നമുക്കിപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോം ചെയ്യാം. ഓക്കെ, ഇനി ഫോം ടാഗിനുള്ളിൽ ഫസ്റ്റ് നമ്മൾ ലേബിൾ ടാഗ് ഇടും. ഈ ലേബിൾ ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ സ്ഥലത്ത് ഫിൽ ചെയ്യേണ്ട പേരിടുന്നത്. ഫസ്റ്റ് വരുന്നത് യൂസർ നെയിം ആണല്ലോ, അപ്പോൾ നമ്മളിവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യും. ഇനി ഈ യൂസർ നെയിം വരുന്ന യൂസറിന് ഫിൽ ചെയ്യണമല്ലോ, അതിന് നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കും. HTML അത് ഇൻപുട്ട് ടാഗ് എന്നാണ് പറയുക. ഈ ഇൻപുട്ട് ടാഗിന് ക്ലോസിംഗ് ടാഗ് ഉണ്ടാവില്ല. കാരണം ഈ ഇൻപുട്ട് ടാഗിന് നടുവിൽ നമ്മൾ കണ്ടൻറ്റ് എഴുതുന്നില്ലല്ലോ, അത് യൂസറാണല്ലോ ഫിൽ ചെയ്യുക. അതുകൊണ്ട് ഇതിനൊരു ക്ലോസിംഗ് ടാഗ് ഇല്ല. പകരം ഇതിനുള്ളിൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഈ ടൈപ്പ് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഉണ്ട്, നമ്പർ, പാസ്വേഡ്, ഇതെല്ലാം ഈ ഇൻപുട്ട് ടൈപ്പിലാണ് നമ്മൾ എഴുതുക. ഇപ്പോൾ ഈ യൂസർ നെയിം എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് എഴുതും. പക്ഷേ ഇപ്പോൾ ഈ പകരം ഇത് പാസ്വേഡ് ആണെങ്കിൽ നമ്മളിവിടെ പാസ്വേഡ് എഴുതും. അപ്പോൾ ഓരോ ടൈപ്പിനനുസരിച്ചിട്ട് ബ്രൗസർ തന്നെ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ സ്റ്റൈൽ മാറ്റുന്നതായിരിക്കും. ഇതെല്ലാം നമുക്ക് ഈ എക്സാമ്പിൾ കാണാം. അപ്പോൾ യൂസർ നെയിം ടെക്സ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ടെക്സ്റ്റ് എഴുതും. ഇനി നമ്മൾ ജസ്റ്റ് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആ യൂസർ നെയിമും കിട്ടി, ഒരു ടെക്സ്റ്റ് ബോക്സും കിട്ടി. ഇപ്പം ഇനി ഒരു യൂസർ ഈ വെബ് പേജിൽ വന്നാൽ അവർക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് വേണമെങ്കിലും ആ ഒരു യൂസർ നെയിമിനനുസരിച്ചിട്ട്. ഇനി അടുത്തത് നമുക്ക് ഈ ഫോമിൽ യൂസർ നെയിം കഴിഞ്ഞ് ഇമെയിൽ ഇടാം. കാരണം മിക്ക രജിസ്ട്രേഷൻ ഫോമിൽ അല്ലെങ്കിൽ സൈനപ്പ് ഫോമിലും യൂസർ നെയിമിൻ്റെ ഇടയിൽ ഇമെയിൽ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇടാം. അപ്പോൾ ഇതിനും അതേപോലെ ഒരു ലേബിൾ വേണം. ഇതിൽ ഇമെയിൽ ടൈപ്പ് ചെയ്യും, അടിയിൽ ഇൻപുട്ട് ബോക്സ് ഇടും. ഇനി ഈ ഇൻപുട്ട് ബോക്സിൻ്റെ ഉള്ളിൽ ഈ നെയിം എന്താണെന്ന് നമുക്ക് പിന്നീട് ഒരു ട്യൂട്ടോറിയൽ പഠിക്കുന്നതായിരിക്കും. അത് സെർവർ സൈഡിനെ ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിപ്പോൾ ഓട്ടോ ഫിൽ ആയതുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക് ആകുന്നത്. ഇനി ഈ ടൈപ്പിൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യല്ല, കാരണം ഇമെയിൽ ആണല്ലോ. അപ്പോൾ ഇമെയിൽ എപ്പോഴും @gmail.com എന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ അത് ഫോമിന് മനസ്സിലാവില്ല, അത് സാധാ ടെക്സ്റ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇമെയിലിന് ഇമെയിൽ എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്, അതായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇനി സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇമെയിലും ടെക്സ്റ്റ് ബോക്സും കിട്ടുന്നതാണ്. ഈ ടൈപ്പ് ചെയ്തതെല്ലാം ഇപ്പോൾ സിംഗിൾ ലൈനിലാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഫോം നിങ്ങൾക്ക് സിംഗിൾ ലൈനിൽ മതിയെന്ന് വെച്ചാൽ ഇത് ചെയ്താൽ മതി, കുഴപ്പമില്ല. പക്ഷേ എല്ലാ ഫോമും സിംഗിൾ ലൈൻ ആയിരിക്കില്ലല്ലോ, ചിലതൊക്കെ ടോപ്പ് ടു ബോട്ടം ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സിംഗിൾ ലൈനിൽ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ രണ്ട് ടൈപ്പ് എലിമെൻറ്റ്സ് ആണുള്ളത്, ഇൻലൈൻ ആൻഡ് ബ്ലോക്ക്. ഇൻലൈൻ എലിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എഴുതുന്ന കണ്ടൻറ്റിൻ്റെ ആ സെയിം വിഡ്ത്ത് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഇമേജിൽ കാണുന്ന പോലെ ഇപ്പം ഞാനിവിടെ ഡീബഗ് മീഡിയ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അവസാനിക്കുന്ന സ്പേസ് വരെ ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത് ഉണ്ടാവുന്നത്. പക്ഷേ ഈ സെയിം സാധനം തന്നെ ഞാൻ ബ്ലോക്ക് എലിമെൻറ്റിൽ എഴുതി കഴിഞ്ഞാൽ അത് ആ സ്ക്രീനിൻ്റെ ഫുൾ വിഡ്ത്ത് എടുക്കുന്നതായിരിക്കും, എത്ര ചെറിയ കണ്ടൻ്റ് ആണെങ്കിൽ പോലും. ഇൻലൈനിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇൻപുട്ട്, ഇമേജ്, സ്പാൻ ആൻഡ് ആങ്കർ ടാഗ്. ബ്ലോക്കിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് div tag, paragraph tag, h1 to h6 tag and form tag. ഇത് മാത്രമല്ല ഇൻലൈനും ബ്ലോക്ക് ടാഗ്, ഇതിലും കൂടുതലുണ്ട്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ തരാൻ വേണ്ടി കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഇനി നമുക്ക് കോഡിലേക്ക് അടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്തുകൊണ്ടാണ് ഇത് ഒരു ലൈനിൽ വന്നത്. കാരണം ലേബിൾ ടാഗ് ഒരു ഇൻലൈൻ ടാഗാണ്, ഇൻപുട്ട് ടാഗും ഇൻലൈൻ ടാഗാണ്. അതുകൊണ്ടാണ് ഇത് സെയിം ലൈനിൽ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ സോൾവ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു സിമ്പിൾ മെത്തേഡാണ് കാണിച്ചു തരാൻ പോണത്. അതിന് പറയുന്നതാണ് BR ടാഗ്. നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടു കാണും. അത് ജസ്റ്റ് ഒരു ന്യൂ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ്. ആ ടാഗിന് ക്ലോസിംഗ് ടാഗ് ഇല്ല, കാരണം അതിനുള്ളിൽ കണ്ടൻറ് ഇല്ലല്ലോ, വെറും ഓപ്പണിംഗ് ടാഗ് മാത്രമായിരിക്കും. അത് എഴുതാൻ ഓപ്പണിംഗ് ടാഗ് BR. അപ്പോൾ BR ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൈഡിൽ കിടക്കുക താഴെ വന്ന്, കാരണം ഇത് ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ BR ടാഗ് കൊണ്ടുള്ള ഉപയോഗം.
ഇത് ബി ആർ ടാഗ് നമ്മൾ ന്യൂ ലൈനിന് വേണ്ടി ഉപയോഗിക്കാൻ കാരണം HTML നമുക്കിപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ കുറേ എൻറ്റർ ഇട്ടാലും ഇതൊന്നും HTML റെക്കോർഡ് ആവില്ല. ഇപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതേപോലെ ഇരിക്കും. ആകെ ഒറ്റൊരു സ്പേസാണ് ആകെ HTML റെക്കോർഡ് ആവുക. ഇതിപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ സ്പേസ് കൊടുത്തിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് വരും. പക്ഷേ ഇവിടെ ഞാനിനി എത്ര സ്പേസ് കൊടുത്താലും അത് എടുക്കുന്നതല്ല HTML. അപ്പോൾ അതിന് വേറൊരു കീവേഡ് ഉണ്ട്. അതിന് ഇപ്പോൾ പറയുന്നതാണ് $NBSP. ഇത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്ട്രാ സ്പേസ് കൂടി വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് എത്ര പ്രാവശ്യം ഇടുന്നു അത്രയും പ്രാവശ്യം അവിടെ സ്പേസുകൾ വരുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് BR ടാഗ്. ഒരു ന്യൂ ലൈൻ കിട്ടണമെങ്കിൽ BR ടാഗ് ഉപയോഗിച്ചേ പറ്റൂ. പക്ഷേ ഇനി BR ടാഗ് ഇല്ലാണ്ട് CSS നമുക്ക് ഉപയോഗിച്ചിട്ട് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ CSSൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്കിത് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യാം, പഴയ പോലെ കൊണ്ടുവരാം. ഈ സ്റ്റൈലിംഗ് ഒക്കെ കണ്ട് ഇപ്പം നിങ്ങൾ വിഷമിക്കണ്ട. ഇതൊക്കെ നമ്മൾ CSS പഠിച്ചതിന് ശേഷം നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നതായിരിക്കും, ഈ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അടുത്തത് പാസ്വേഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഈ സെയിം സാധനം തന്നെ ഞാൻ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലേബൽ മാറ്റി പാസ്വേഡ് ആക്കുന്നു. ഇനി പാസ്വേഡിൻ്റെ ടൈപ്പ് ഇമെയിൽ ആക്കാൻ പറ്റില്ലല്ലോ, കാരണം പാസ്വേഡ് എന്ന് വെച്ചാൽ ആറ്റം സെക്യൂർഡ് ആണ്. അപ്പോൾ അത് യൂസേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ കാണാൻ പാടില്ല. അതുകൊണ്ട് ഇതിനൊരു ടൈപ്പ് ഉണ്ട്, പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ. അത് സേവ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു BR ഇട്ടാൽ അതൊരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യും. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് വന്നു. ഇനിയിപ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്യുന്നത് ഒരു ബുള്ളറ്റിംഗ് പോയിന്റിലായിരിക്കും വരാം, കാരണം അത് ഹിഡൻ ആയതുകൊണ്ട്. ഓക്കെ, യൂസർ നെയിമായി, ഇമെയിലായി, പാസ്വേഡായി. വേണമെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഫോൺ എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ ടൈപ്പ് വേറെ ഒന്നുമല്ല, നമ്പർ തന്നെ. അപ്പോൾ ഇനി നിങ്ങൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഒരു ന്യൂ ലൈൻ കൂടി ഇടാം നമുക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനുള്ളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്പേഴ്സ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ആ ടൈപ്പ് നമ്പർ ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ഇടാനൊരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഇടാം. സാധാരണ റേഡിയോ ബട്ടണാണ് ഇടുന്നത്, പക്ഷേ റേഡിയോ ബട്ടൺ വെറുതെ ഇട്ടാൽ കാര്യമില്ല. അത് സെർവർ സൈഡിനായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫങ്ഷനാലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് റേഡിയോ ബട്ടൺ ഞാൻ വേറൊരു ഇതിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു സെലക്ട് ടാഗ് ഇടാം. സെലക്ട് ടാഗ് ഇടാനായി നമ്മൾ എല്ലാ ടാഗ് പോലെ സെലക്ട് ടാഗ് ഓപ്പൺ ചെയ്യും, അത് ക്ലോസും ചെയ്യും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നേരത്തെ UL-ഉം ഓർഡർഡ് ലിസ്റ്റും അൺഓർഡർഡ് ലിസ്റ്റും പഠിച്ചല്ലോ, UL OL. അതിൻ്റെ ഉള്ളിൽ വരുന്ന ടാഗാണ് LI ടാഗ്. അപ്പോൾ എപ്പോഴും LI ടാഗ് UL-ൻ്റെ ഉള്ളിലായിരിക്കും വരാം. അതേപോലെ സെലക്ട് ടാഗിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഓപ്ഷൻ ടാഗ്. ഓപ്ഷൻ ടാഗ് ഇതേപോലെ ഓപ്പണും ചെയ്യും, ക്ലോസും ചെയ്യും. ഈ ഓപ്ഷൻ ടാഗിനുള്ളിൽ നമുക്ക് ഇനി ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഇടാം. ഇപ്പോൾ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ ആയതുകൊണ്ട് ഇവിടെ മെയിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഫീമെയിൽ ആക്കും, ഫീമെയിൽ. ഇനി ഓപ്ഷൻ ടാഗിൻ്റെ ഉള്ളിൽ വരുന്ന ആട്രിബ്യൂട്ടാണ് വാല്യൂ. അപ്പോൾ ഇതും സെർവർ സൈഡിനായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യാറ് മെയിനായിട്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കത് empty ആയിട്ട് ഇടാം, അത് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഇപ്പോൾ നമ്മൾ സെർവർ സൈഡായിട്ട് കണക്ട് ചെയ്യുന്നില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നോർമലി നമ്മൾ ഈ നെയിം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും ഫിൽ ചെയ്യാറ്. ഇവിടെ ഫീമെയിൽ കൊടുക്കും, ഇവിടെ മെയിൽ കൊടുക്കും. പിന്നെ ഡിഫോൾട്ട് ആണെങ്കിൽ നമ്മൾ മേലെ ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ സെലക്ട് ബോക്സ് ഇടുന്നതായിരിക്കും, അപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ഡിഫോൾട്ട് എന്നുള്ള വാല്യൂ ആയിരിക്കും ഇടാം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് സെലക്ട് എടുക്കും, ബാക്കി മെയിൽ ആൻഡ് ഫീമെയിൽ ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് കിട്ടി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇത് ഇവിടെയും ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാം, കാരണം ഇതെല്ലാം ഇൻലൈൻ എലിമെൻറ്റ്സ് ആണ്. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒരു ഇതിൽ കിട്ടി. ഇതിൻ്റെ ഡിസൈൻ കണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ വിഷമിക്കണ്ട, കാരണം ഇതൊക്കെ CSS ഉപയോഗിച്ച് നമ്മൾ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തതായിരിക്കും. ഇനി നമുക്ക് ഈ ഫോം സബ്മിറ്റ് ചെയ്യണമല്ലോ, അതിനൊരു ബട്ടൺ വേണം. ആ ബട്ടൺ നമുക്ക് രണ്ട് വഴിയിൽ എഴുതാൻ പറ്റും. ഒന്ന് ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഈ ടൈപ്പിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടൺ കിട്ടും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ബട്ടൺ ടാഗായിട്ട് എഴുതണമെങ്കിൽ അതും ചെയ്യാം. ഇതിൽ ബട്ടൺ കൊടുക്കാം, ബട്ടൺ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, അത് ഓപ്പണും ചെയ്യാം, ക്ലോസും ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാം. രണ്ടും സെയിം ആണ്, പക്ഷേ ഫോമായിട്ട് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇൻപുട്ടാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ബട്ടണും വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് ഇവിടെ ഒരു BR ടാഗ് ഇടാം. അപ്പോൾ പിന്നെ ബട്ടണും ഒരു നെക്സ്റ്റ് ലൈനിൽ കിടക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഫോമിൻ്റെ അടിയിൽ തന്നെ ഒരു H3 ടാഗ് ഇട്ടിട്ട് ഇവിടെ സൈൻ അപ്പ് ഫോമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്
വെറുതെ ഒരു ടെക്സ്റ്റ് ഇടാം. ഇപ്പോൾ സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു അധികം വൃത്തിയില്ലാത്ത ഒരു ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CSSൽ നമ്മൾ ഇതൊക്കെ സ്റ്റൈൽ ചെയ്ത് കിടിലാക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സൈനപ്പ് ഫോം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഒരു പേജിലേക്ക് കൊണ്ടുപോകണ്ടേ? ഇപ്പോൾ നമ്മൾ ഫിൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വെൽക്കം യൂസർ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേജിലേക്ക് കൊണ്ടുപോകണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ആക്ഷനും മെത്തേഡും. അപ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഏത് പേജിലേക്കാണോ കൊണ്ടുവേണ്ടത് അതായിരിക്കും നമ്മൾ ഈ ആക്ഷൻ്റെ ഉള്ളിൽ എഴുതാം. ഈ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഫോമിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് H3ൻ്റെ ഉള്ളിലോ ലേബലിനുള്ളിലോ എഴുതാൻ പറ്റില്ല, അത് ഫോമിനുള്ളത് മാത്രമാണ്. അപ്പോൾ ആക്ഷൻ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ welcome.html എന്നെഴുതും. ആ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല. എന്നിട്ട് മെത്തേഡ് എന്ന് വെച്ചാൽ അത് മെയിനായിട്ട് സെർവർ സൈഡിനായിട്ടുള്ള ഒരു കീവേഡാണ്. ഇതിൽ ഗെറ്റ്, പോസ്റ്റ്, പുട്ട് അങ്ങനെ കുറേ തരം മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഗെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സെർവറിൽ നിന്ന് ഒരു ഡാറ്റ എടുക്കുന്നതാണ്. പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഫിൽ ചെയ്യേണ്ട ഡാറ്റ പാസ് അങ്ങോട്ട് സെർവറിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സെർവർ സൈഡിൻ്റെ ടോപ്പിക്കിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിത് empty ആയിട്ട് ഇട്ടിട്ട് വെൽക്കം ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ആ ഫോൾഡറിൽ പോയി നേരത്തെ ചെയ്ത പോലെ ഇതിലും എളുപ്പത്തിൽ നമുക്ക് ആക്ച്വലി സബ്ലൈമിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ പോയി Ctrl+N അടിച്ചാൽ ഒരു ന്യൂ നോട്ട് പാഡ് ക്രിയേറ്റ് ആവും. അത് Ctrl+S അമർത്തിയാൽ സേവിൻ്റെ പോപ്പപ്പിൽ പോകുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ആ സെയിം പേര് തന്നെ അടിക്കാം, welcome.html. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ welcome.html കിട്ടി. കാരണം ഈ സെയിം നെയിമാണല്ലോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, ആ സെയിം നെയിം തന്നെ ഇവിടെയും കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡോക് ടൈപ്പും കാര്യങ്ങളും ടൈപ്പ് ചെയ്യണം. അത് ഷോർട്ട് കട്ടായിട്ട് ടൈപ്പ് ചെയ്യാൻ HTML എന്ന് ടൈപ്പ് ചെയ്ത് കൺട്രോളും സ്പേസ് ബാർ അമർത്തിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്ലൈം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഒരു H1 ടാഗ് ഇട്ടിട്ട് വെൽക്കം യൂസർ വെറുതെ ഒരു പേര് ടെക്സ്റ്റ് ഇടാം. ഇനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ, സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിൽ ചെയ്യാണ്ട് തന്നെ നമ്മൾ സബ്മിറ്റ് അമർത്തിയാൽ ഈ പേജിലേക്ക് പോകുന്നതാണ്. കാരണം ഇത് സെർവർ സൈഡിനായിട്ട് ഇപ്പോൾ ബന്ധമല്ലോ, അതിന് കണക്റ്റഡ് അല്ലോ. അത് കണക്റ്റ് ആണെങ്കിൽ വെറുതെ പോകില്ല ഇത് ഫിൽ ചെയ്യാണ്ട്. പക്ഷേ ഇപ്പോൾ കണക്ഷൻ കൊടുക്കാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് പോകുന്നതാണ്. ഓക്കെ, ഈ ട്യൂട്ടോറിയൽ ഇത്ര മതി. ഇനി അടുത്ത ട്യൂട്ടോറിയൽ നമ്മൾ കുറച്ചുകൂടി ടാഗ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ട്യൂട്ടോറിയൽസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അത് എനിക്ക് ഇനി ഫ്യൂച്ചർ ട്യൂട്ടോറിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി മോട്ടിവേറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.